ഈ ശബരിമലയിൽ നിന്ന് കട്ടത് അത് സ്വർണ്ണ മൂല്യം എത്രയാണെന്ന് പോലും ഇതുവരെ കൃത്യമായി അന്വേഷിച്ച് പുറത്തു വന്നിട്ടില്ല. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഇതിൽ ഉന്നയിച്ചത്. അതായത് SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസ്യത ഇല്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതി അന്താരാഷ്ട്ര റാക്കറ്റ് ബന്ധമെന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്കൊന്നും പോയില്ല. പത്മകുമാറിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തന്ത്രിയെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നു, എന്നിട്ട് തന്ത്രി പറയുന്നത് കേൾക്കുന്നു, എന്നിട്ട് തന്ത്രിയെ വെറുതെ വിടുന്നു. അങ്ങനെ മറ്റു പലരെയും അങ്ങനെയാണ്. നമ്മളൊക്കെ കരുതിയത് പത്മകുമാർ, അടുത്ത് കടകംപള്ളി സുരേന്ദ്രൻ, ഇവരെയൊക്കെ മൊഴിയെടുപ്പിക്കാനെങ്കിലും വിളിക്കുമെന്നാണ്. പക്ഷെ ഇവരാരും വിളിപ്പിച്ചിട്ടില്ല. ഇവിടെയാണ് കോടതി ശക്തമായ നിരീക്ഷണം നടത്തിയതും ഇടപെടൽ നടത്തിയതും. ഇപ്പോൾ രേഖകൾ, മൊഴിപ്പകർപ്പുകൾ അടക്കം EDക്ക് കൈമാറണമെന്നൊക്കെ പറയുന്നത്. ED വരുമ്പോൾ ഈ കടത്തിയത് എത്രയാണെന്നുള്ളതും എവിടേക്കാണ് കടത്തിയത് എന്നുള്ളതും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളതുമൊക്കെ തെളിയാൻ സാധ്യതയുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ തിരിയണം. കാരണം എന്താ പറയുക, ഇപ്പോൾ ഗോവർദ്ധൻ, അതായത് കർണാടകയിലെ ജ്വല്ലറി ഉടമ പറയുന്നത് താൻ പലപ്പോഴായിട്ട് 1.5 കോടി രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1.5 കോടി രൂപ നൽകിയിട്ടില്ല, അത് മുഴുവൻ അയാളെ വീട്ടിൽ കൊണ്ടുപോയോ, ഇല്ലെങ്കിൽ അയാൾ ആർക്കൊക്കെയോ ഇത് പങ്കുവച്ചിട്ടുണ്ട്, ആരിലേക്കൊക്കെ. ഇവിടെയാണ് പത്മകുമാർ പറഞ്ഞ ചില കാര്യങ്ങളുള്ളത്. പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡിൽ അംഗങ്ങളായിരുന്ന ശങ്കർദാസ്, വിജയകുമാർ, ഇവരെ രണ്ടുപേരെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. ഇതിൽ ഹൈക്കോടതി ഉന്നയിച്ച ഒരു പരാമർശം DIGയുടെ പിതാവായതുകൊണ്ടാണോ ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്യാത്തത്? അതൊരു വലിയൊരു ആരോപണം തന്നെയാണ്. ഹൈക്കോടതി ഒരു രൂക്ഷമായ വിമർശനം SITക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, രമേശ് ചെന്നിത്തല SITക്ക് നൽകിയൊരു മൊഴി എന്താ, 500 കോടിയോളം രൂപയുടെ കള്ളക്കടത്ത് നടന്നിട്ടുണ്ട്, എനിക്കൊരു വിദേശ വ്യവസായിയിൽ നിന്നാണ് നിർണായകമായ വിവരം ലഭിച്ചത് എന്ന് പറഞ്ഞാൽ, ഈ ഹൈക്കോടതി പറഞ്ഞതുപോലെ ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘത്തിന് ഇതിനകത്ത് പങ്കാളിത്തമുണ്ടോ? അങ്ങനെ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ അതിൽ CPM ദേവസ്വം ബോർഡ് ഭരിച്ചപ്പോൾ മാത്രമല്ല കോൺഗ്രസ് ഭരിച്ചപ്പോഴും ചില കാര്യങ്ങളുണ്ട്. അതായത് ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല കുറേ കാലം കേരളം ഭരിച്ച ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ IBയുടെ രഹസ്യ റിപ്പോർട്ട് ഉൾപ്പെടെ പല കാര്യങ്ങളും എത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറുകയും ചെയ്യും. രമേശ് ചെന്നിത്തല എന്തിനാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയത്? അങ്ങനെ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് SIT അതേക്കുറിച്ച് അന്വേഷിക്കാത്തത്? ഇപ്പോൾ പുറത്തു വരുന്ന ചില ചിത്രങ്ങൾ തന്നെയാണ് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സോണിയാഗാന്ധിക്കൊപ്പം ഈ പറയുന്ന പോറ്റി നിൽക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുക മാത്രമല്ല, കയ്യിൽ ഒരു ചരട് കെട്ടി കൊടുക്കുന്നു. ഒപ്പം നിൽക്കുന്ന ആരാ? പത്തനംതിട്ടയുടെ MP ആൻ്റോ ആൻ്റണി, UDFിൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ്. ഇവരെങ്ങനെയാണ് ഈ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നത്? മാത്രമല്ല, മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ചിത്രമുണ്ട്. അദ്ദേഹം അഴിമതിക്കാരനാണെന്നോ അദ്ദേഹം കുറ്റക്കാരനാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ സോണിയാഗാന്ധിയെ പോലെ കോൺഗ്രസിൻ്റെ സമുന്നതയായ ഒരു നേതാവിനെ ഡൽഹിയിൽ പോയി കാണണമെങ്കിൽ കേരളത്തിലെ നേതാക്കളുടെ സഹായം വേണം. ആൻ്റോ ആൻ്റണി MP എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ MP ആണ്. പത്തനംതിട്ട ശബരിമലയുടെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണല്ലോ. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അടൂർ പ്രകാശ് കോന്നി MLA ആയിരുന്നു. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ പറയുന്ന പോറ്റിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയത്, അല്ലെങ്കിൽ സഹകരണം പുലർത്തിയത്? ഇവരുമായിട്ടൊരു ചിത്രം എടുക്കണമെങ്കിൽ ഇവരുമായിട്ട് നല്ല ബന്ധം വേണ്ടേ? പോറ്റിയും പോറ്റിയുടെ ഭാര്യയും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ CPMലേക്ക് മാത്രമല്ല അന്വേഷണം പോകേണ്ടത്, കോൺഗ്രസിലേക്ക് കൂടെ പോകണം. പറയുന്നത് ആരാ? മുൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഗ്രൂപ്പിസവും പുറത്തു വരുന്നുണ്ട്. അതായത് കോൺഗ്രസിലെ ചില നേതാക്കൾക്കും ഇതിനകത്ത് പങ്കാളിത്തമുണ്ട്. ഇനി CPMലെ കാര്യം എടുത്താലോ, ഈ പത്മകുമാർ പറഞ്ഞതുപോലെ ചില ആളുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല. മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം വരുന്നില്ല. കാരണം എന്താ? കടകംപള്ളി സുരേന്ദ്രൻ വരെ പറയുന്നു എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം നടത്തുന്നു, എനിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ പോസ്റ്റുകളെല്ലാം പിൻവലിക്കണം, അല്ല അന്വേഷണം നടത്താൻ ഞാൻ തയ്യാറാണെന്നോ അന്വേഷണ സംഘം വരട്ടെ എന്നൊന്നും അല്ല പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിക്കൊഴിയുമ്പോൾ CPMനും കോൺഗ്രസിനും ഇതിനകത്ത് വല്ലാത്ത പങ്കാളിത്തമുണ്ട്. കൂടാതെ ഈ സോണിയാഗാന്ധിക്ക് ഒരു സഹോദരിയുണ്ട് ഇറ്റലിയിൽ. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ഒരു കടയുള്ള കാര്യം അറിയാമോ? എന്തായിരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റിൽ അദ്ദേഹം ഡിസൂസ എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആളുടെ പേര്. പിന്നെ സെൽട്ടോൺ ഡിസൂസ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയുന്നത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് പുരാവസ്തു ഉൽപ്പന്നങ്ങൾ നിയമരഹിതമായി കടത്തി ഇറ്റലിയിൽ സോണിയാഗാന്ധിയുടെ സഹോദരി വിൽക്കുന്ന കടയിൽ സോണിയാഗാന്ധിക്ക് പങ്കുള്ളതായി ആരോപിച്ച് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി CBIക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ സോണിയയുടെ സഹോദരിയുടെ പേര് അലക്സാൻഡ്രിയ ഏക്ക അനുഷ്ക
എന്നാണ് പേര്. രണ്ട് സഹോദരിമാരുണ്ട്, ഒരാൾ മരിച്ചുപോയി. മറ്റൊരാളാണിത്. ഇറ്റലിയിൽ സ്വന്തമായി പുരാവസ്തു ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന 2 കടകളുണ്ട് ഇവർക്ക്. ഒന്ന് റിവോൾട്ട എന്നാണ്, നഗരത്തിൽ എത്തിനിക്ക എന്നാണ് ഈ കടയുടെ പേര്. റിവോൾട്ട എന്ന നഗരത്തിൽ എത്തിനിക്ക എന്നാണ് ആ കടയുടെ പേര്. മറ്റൊന്ന് ഒർബാസാനോ എന്ന സിറ്റിയിൽ ഗണപതി എന്നാണ് കടയുടെ പേര്. ഇറ്റലി സ്വദേശിയായ ഇറ്റലിക്കാരുടെ ഇറ്റലിയിൽ പുരാവസ്തു ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയുടെ പേര് ഗണപതി. അത് എന്താണ് അങ്ങനെയാകാൻ കാരണം? ഇതെൻ്റെ ഒരു സംശയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ളയിൽ പോറ്റി സോണിയാഗാന്ധിക്ക് എന്തൊക്കെയോ സമ്മാനിക്കുന്നതും കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്നതും ഇതിനൊക്കെ പോറ്റിയോടും സോണിയാഗാന്ധിയോടൊപ്പം കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ദൃക്സാക്ഷികളായിട്ടുള്ള ധാരാളം ചിത്രങ്ങൾ ഇതിൽ കാണാം. അതുകൂടാതെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, അയ്യപ്പന്റെ സ്വർണ്ണ മോഷണ കേസിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന്റെ കൈകൾ ഉള്ളതായി മറ്റൊരാളിൽ നിന്ന് തനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടെന്ന്. ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുകൾക്ക് മുന്നിൽ മാധ്യമങ്ങൾ എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു? അത് ഇടതുപക്ഷത്തിനെതിരായി ഒരുപക്ഷെ ഉണ്ടായിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ ഈ നിശബ്ദത തുടരുമായിരുന്നു. ഇനി ഇതെല്ലാം വ്യക്തമാക്കേണ്ടത് AICC ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വമാണ്. അതുകൂടാതെ ഈ വിഷയം അന്വേഷണാത്മകമായി കണ്ടുപിടിക്കേണ്ടത് മാധ്യമങ്ങളാണ്. ഇത് രണ്ടും ഉണ്ടാകില്ല. ഇറ്റലിയിലെ പുരാവസ്തു കച്ചവടത്തിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും പോറ്റി സോണിയാഗാന്ധിക്ക് എന്താണ് നൽകിയതെന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ജനങ്ങളോട് വ്യക്തമായി നൽകേണ്ട രാഷ്ട്രീയ ധാർമ്മികത കോൺഗ്രസിനുണ്ട്. അതിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിന് എങ്ങനെയാണ് മാറി നിൽക്കാൻ കഴിയുക? ഇറ്റലിയിലെ പുരാവസ്തു കച്ചവടവും സോണിയാഗാന്ധിയുടെ ബന്ധവും സോണിയാഗാന്ധിക്കെതിരായി സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതികളും നമ്മൾ സൈറ്റിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. ഈ വിഷയത്തിൽ കോൺഗ്രസ് സോണിയാഗാന്ധിയോട് ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ ഇടപെടലുകൾ കോൺഗ്രസ് നടക്കാത്തത്. ഇതൊരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ്. തീർച്ചയായിട്ടും സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ഇങ്ങനെ ഒരു കച്ചവടമുണ്ട് എങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ 500 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് പോകുന്ന വഴി എങ്ങനെയെന്നുള്ളത് രമേശ് ചെന്നിത്തലയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു പദവി കിട്ടുക, അതിനൊരു ബ്ലാക്ക് മെയിലിംഗ്. അതാണ് അദ്ദേഹം ഈ ഒരു കത്തുകൊണ്ടും ഈ ഒരു വ്യവസായിയുടെ മൊഴി കൊണ്ടും ഉദ്ദേശിച്ചത്. ഇതാരാണ് ഈ വ്യവസായി മൊഴി കൊടുക്കാൻ വന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യങ്ങളല്ലേ? ഇതാരും മിണ്ടുന്നില്ല. ഈ കത്തിനെക്കുറിച്ചോ ഈ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെക്കുറിച്ചോ രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായിയെക്കുറിച്ചോ സോണിയാഗാന്ധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് DK ശിവകുമാർ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കാണാൻ വേണ്ടി 1 മാസം കൊണ്ട് ശ്രമിക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തിന് നടക്കില്ല. അദ്ദേഹം കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ നെടും തൂണാണ് കർണാടകയുടെ. അദ്ദേഹം 1 മാസം കൊണ്ട് ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. അത് പക്ഷെ മറ്റു പല കാരണങ്ങൾ കൊണ്ടാകാം. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഇന്ന് പരിചയപ്പെട്ടിട്ട് ചെന്ന് കയറിയ ഒരാളായിട്ടല്ല, കുറച്ചു കാലത്ത് ആത്മബന്ധം അവർ തമ്മിൽ ഉള്ളതായിട്ടാണ് നമുക്ക് ആ ഫോട്ടോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നില്ല? അതിന് കാരണമുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് സ്വാഭാവികമായിട്ടും ചില താല്പര്യങ്ങളുണ്ടാകും, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമാണ്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആൻറ്റിക് വസ്തുക്കളൊക്കെ കടത്തുന്ന സംഘവുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അന്ന് സോണിക്കൊപ്പം നിൽക്കുന്ന അടൂർ പ്രകാശും ആൻറ്റോ എം പിയും മറുപടി പറയണം. ആൻറ്റോ ആൻ്റണി MP എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ MP ആണ്. ആ ശബരിമല ഉൾപ്പെടുന്ന മേഖലയുടെ ജില്ലയിലെ MP ആയ ആൾക്ക് ഈ പറയുന്ന സോണിയാഗാന്ധിയിൽ വലിയ സ്വാധീനമുണ്ട്. കാരണം കേരളത്തിലെ KPCC പ്രസിഡന്റ് ആകാനായിട്ട് ഒരുപാട് ചരട് വലിച്ച ആളാണ് ആൻറ്റോ ആൻ്റണി MP. ആ ചരട് വലിക്കെല്ലാം പിന്നിൽ രാഹുൽ ഗാന്ധി ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കൃത്യമായിട്ട് KC വേണുഗോപാൽ ഇടപെട്ടിട്ട് പുതിയ KPCC പ്രസിഡന്റ് അവിടെ വന്നു. അപ്പോൾ ഈ ചരടുവലിയൊന്നും നടക്കത്തില്ലെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ സോണിയാഗാന്ധിയെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ആരാണ്? ഈ MP ആണോ? അതല്ല അടൂർ പ്രകാശാണോ? ഇനി അതല്ല മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ. സോണിയാഗാന്ധി ഇവിടെ കിരീടം വെക്കാത്ത ഒരു പ്രധാനമന്ത്രിയായിരുന്നു. മൻമോഹൻ സിംഗ് ആണ് യഥാർത്ഥ പ്രധാനമന്ത്രിയെങ്കിലും അതിനേക്കാൾ അധികാര പരിധിയൊക്കെ സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് UPA സർക്കാരിൻ്റെ കാലത്ത്. എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഗ്രീൻ ചാനലിലൂടെ കടന്നു പോവാം.
കൊണ്ടുവന്ന സാധനങ്ങൾ പരിശോധിക്കേണ്ട, കൊണ്ടുവരുന്ന സാധനങ്ങൾ പരിശോധിക്കണം, ഈ രീതിയിലുള്ള പ്രത്യേക പ്രിവിലേജ് ഇത് സോണിയയ്ക്ക് മാത്രമല്ല, സോണിയയുടെ മകനായ രാഹുൽ ഗാന്ധിക്കുണ്ട്, മരുമകനായ റോബർട്ട് വാദ്രയ്ക്കുമുണ്ട്. റോബർട്ട് വാദ്രയുടെ ഇടപാട് എന്താ? ആൻറ്റിക് വസ്തുക്കളുടെ കച്ചവടമാണ്. അതും ഈ സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ കച്ചവടവുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് വിഗ്രഹങ്ങളടക്കം അവിടേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സോണിയയുടെ സഹോദരിക്ക് ഇറ്റലിയിലുള്ള ഗണപതി എന്ന് പറയുന്ന ഷോപ്പിൽ ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ വിഗ്രഹങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇത് അങ്ങനെ അല്ലെങ്കിൽ അവർ അത് നിഷേധിക്കട്ടെ. ഈ രാഹുൽ ഗാന്ധിയെയും സോണിയയെയും പ്രിയങ്കയെയും റോബർട്ട് വാദ്രയെയും ഒക്കെ തന്നെ അന്വേഷണ വിധേയമാക്കണമെങ്കിൽ SITക്ക് പറ്റില്ല, അതിലേക്ക് CBI വരണം. അപ്പോൾ ED ഇവിടെ അന്വേഷണം തുടങ്ങി. അടുത്ത സ്റ്റെപ്പ് EDയുടെ പുറകെ CBI വരാം. അങ്ങനെ CBI വന്നാൽ ഇവിടെ സ്വർണം കൊടുത്തിട്ടുള്ള വിജയ് മല്യ വരെ ലണ്ടനിൽ പോയി വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. അങ്ങനെ വന്നാൽ ഒരുപാട് കഥകൾ ഇവിടെ അഴിഞ്ഞു വീഴും. അപ്പം CPM മാത്രമല്ല പേടിക്കുന്നത്, കോൺഗ്രസും പേടിക്കാനുണ്ട് എന്നുള്ള ചില കാര്യങ്ങളുണ്ട്. SITയുടെ അന്വേഷണം അങ്ങോട്ടേക്ക് പോകുന്നില്ല. ആരാണ് അതിന് തടസ്സം നിൽക്കുന്നത്? ഹൈക്കോടതി ഇനി ഇത് സംബന്ധിച്ചുള്ള ഒരു വിമർശനവും കൂടി ഉന്നയിച്ചാൽ മാത്രമേ ഈ അന്വേഷണ സംഘം അങ്ങോട്ട് പോകുകയുള്ളെങ്കിൽ അത് പോവുക തന്നെ വേണം. കേരളത്തിലെ പൊതുജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. കാരണം വിശ്വാസ മനസ്സുകളിൽ വലിയ തോതിൽ കളങ്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സ്വർണം കിട്ടിയപ്പോൾ പോലും അത് സ്വർണ്ണമാണെന്ന് രേഖപ്പെടുത്താത്ത ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ കള്ളക്കളി. അതായത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള വാസു പറയുന്നത് ഞാൻ ചെമ്പെന്നാണ് രേഖപ്പെടുത്തിയത്, അങ്ങനെ തന്നെയാണ്, അതിനകത്ത് വളരെ ഈസിയായിട്ട് ഊരിപ്പോരാം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ കേസ് മുന്നോട്ട് പോയാൽ ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടവരെല്ലാം തന്നെ നിഷ്പ്രയാസം ഊരി പുറത്തേക്ക് വരും. ഈ കൃത്യമായിട്ട് കൊള്ള നടത്തിയ ആൾക്കാരെല്ലാം രക്ഷപ്പെടും. അതിൻ്റെ പിന്നിലുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഹൈക്കോടതിയുടെ ഈ പരാമർശം, രൂക്ഷ വിമർശനമൊക്കെ സഹായകമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെയല്ലേ?